ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഇതാണ് എൻ്റെ വീട് കേട്ടോ. ഞാൻ എൻ്റെ ഇൻഷുറൻസ് ചാനലിൽ എൻ്റെ വീട് കാണിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എങ്കിലും അതിനൊരു പർപ്പസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു വീട് എന്നുള്ളത് ഏതൊരു വ്യക്തിൻ്റെയും വലിയൊരു സങ്കല്പമാണ്, വലിയൊരു സ്വപ്നമാണ് അവർക്കൊരു വീട് എന്നുള്ളത്. സ്വപ്ന ഭവനം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അത് നമുക്ക് പല രീതിയിൽ അച്ചീവ് ചെയ്യാം. എനിക്കിപ്പോൾ ഈ വീട് എങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് നമുക്കൊരു എൻ്റെ പഴയ പ്രോപ്പർട്ടി, അതേപോലെ കുറച്ച് വൈഫിൻ്റെ നിന്നുള്ള ഫിനാൻസ് സഹായം, പിന്നെ കുറച്ച് എൻ്റെ ഡെപ്പോസിറ്റ്, പിന്നെ ചെറിയൊരു ലോണ്, ഇങ്ങനെയാണ് ഞാൻ ഈ വീട് വന്നിട്ട് വാങ്ങിയത്. കാരണം നമ്മൾ വലിയൊരു ബാധ്യത എടുത്ത് വയ്ക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വാങ്ങിയത്. കാരണം എന്താ വെച്ചാൽ വലിയ രീതിയിലുള്ള സേവിങ്സ് ഒന്നും എൻ്റെ ചെറുപ്പകാലത്തിരുന്ന് എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല. കാരണം നമുക്കങ്ങനെ അത്ര സേവ് ചെയ്യണം, ഇത്ര സേവ് ചെയ്യണം, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് ആകപ്പാടുണ്ടായിരുന്നത് ഇപ്പോൾ LIC ഏജൻ്റ് ആവുന്നതിന് മുമ്പ് വരെ എനിക്കുണ്ടായിരുന്നത് കുറച്ച് RDകളും, അതേപോലെ 2005 ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു LIC ആണ്. അത് ഞാനിപ്പോഴും കൃത്യമായിട്ട് അടച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ 2K കിഡ്സ് എന്ന് പറയുന്നുണ്ട്, അവർക്കൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് ഇതേമാതിരി സാമ്പത്തികമായിട്ട് അവർക്ക് കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യാനും സാമ്പത്തിക ഉപദേഷ്ടാക്കളും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളെപ്പോലുള്ള അഡ്വൈസേഴ്സും. അപ്പോൾ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് പൈസ സേവ് ചെയ്യുക എന്നുള്ളതും, അതെങ്ങനെ നമുക്കൊരു കോർപ്പസ് ആക്കാം, നമുക്കൊരു വീട്, ഒരു സ്വപ്ന ഭവനം, അല്ലെങ്കിൽ ഒരു മാരേജ് പർപ്പസ്, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മളത് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതും ഇന്നത്തെ തലമുറയ്ക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു വലിയൊരു പാനലുണ്ട്. അതേപോലെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മുടെയൊക്കെ ആ ഒരു കാലത്ത് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഇപ്പോഴെങ്കിലും അത് കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോഴും ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ സാമ്പത്തികമായിട്ട് പലർക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളും ഒപ്പം ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഒരു വീട് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു സങ്കല്പം, ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഒരു ആഗ്രഹം, അതൊക്കെയാണ്. അപ്പോൾ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതിന് ഈ 2-3 വഴിയാണുള്ളത്. ഒന്ന്, നമുക്ക് സേവിങ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു വീട് വലിയ ചിലവില്ലാതെ കാര്യം നടക്കും. പിന്നെ ഉള്ളത് ഹോം ലോൺ പോലെ എടുത്തിട്ട് ചെയ്യുന്നതാണ്. പിന്നുള്ളത് വന്നിട്ട് നമുക്ക് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടാവണം. പക്ഷേ ഇതൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് അതൊന്നും നമുക്ക് എല്ലാം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെപ്പാടെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള നമ്മുടെ കയ്യിലുള്ള സേവിങ്സിനെ മാത്രമാണ് നമുക്ക് വിശ്വസിച്ച് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമുക്കങ്ങനെ വിശ്വസിച്ച് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ യുവാക്കളും, എല്ലാ ചെറുപ്പക്കാരും, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ജോലിക്ക് പ്രവേശിക്കുന്ന എല്ലാ ആൾക്കാരും ഒരു ലൈഫ് ഇൻഷുറൻസ് കവറേജും പ്ലസ് നമുക്കൊരു സേവിങ്സിൻ്റെയും കൂടി പോളിസി എടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കൊരു 5-6 പോളിസികളുണ്ട്. എന്നാൽ ഇതിൽ LICയിൽ വന്ന ശേഷമാണ് ഞാൻ കൂടുതൽ പോളിസികൾ എടുത്തത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് റിസ്ക് സംഭവിച്ചു എന്ന് വയ്ക്കുക. അപ്പോൾ ഈ വീടിന് ചെറിയൊരു ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും റിസ്ക് സംഭവിച്ചാൽ നാളെ അത് എൻ്റെ ഭാര്യനെ എഫക്റ്റ് ചെയ്യില്ല. കാരണം അതിൻ്റെ ആ ബാധ്യത വന്നിട്ട് LIC ഏറ്റെടുത്തോളൂ. അതിനെനിക്ക് വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരു പേര് LIC മാത്രമേ ഉള്ളൂ. എൻ്റെ ബാധ്യതകൾ ഏറ്റെടുക്കും എന്ന് എനിക്ക് ഉറപ്പുള്ളത് LIC മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാര്യയ്ക്ക് നാളെ ഞാനില്ലെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാനുള്ളത് ഈ വീടുണ്ട്. അതിൻ്റെ പുറമെ അവൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് എത്ര വരുമാനം കിട്ടുന്നോ അതേ വരുമാനം LICയിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള പോളിസികളാണ് ഇപ്പോൾ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതി എല്ലാവരും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിൽ അവരുടെ സാമ്പത്തിക ആസൂത്രണം നടത്താൻ കഴിയും. ഒരുപാട് പൈസ നമുക്ക് അവിടെ ഇവിടെയും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പിന്നെ പൈസ നഷ്ടപ്പെടുന്ന സാഹചര്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കൃത്യമായിട്ട് അറിഞ്ഞ് ആസൂത്രണം ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭാവിയിൽ നല്ലൊരു വീടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹ സാഫല്യം എന്താണോ അത് നടക്കും. അപ്പോൾ എനിക്ക് ട്രസ്റ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു പേര് LIC ആണ്. ആസ് എൻ ഏജൻറ്റ്, അതേമാതിരി ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്നും LICയിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.